അപ്പോൾ ആ ഒരു തിരിച്ചടീൻ്റെ ക്ഷീണം തീർക്കണം. ആ തിരിച്ചടീൻ്റെ ക്ഷീണം തീർക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വിവാഹം ഇനി സാധ്യമുള്ളൂ. അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡ് വിവാഹം വന്നാൽ അവർ രക്ഷപ്പെടുന്നില്ല. പക്ഷേ കുറച്ചു കാലം ജനങ്ങളോട് കണ്ണുപിടിയിടാൻ പറ്റും. ജനങ്ങളൊരു ഒരു യുദ്ധാത്മകമായ മനസ്സിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടുക. അങ്ങനെ അവിടെ പട്ടാളത്തിനും രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള എതിർപ്പുകളെ അവർക്ക് മറികടക്കാനും പറ്റും. രണ്ട്, അമേരിക്കയ്ക്ക് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇപ്പോൾ ഫ്രണ്ടായത് നോക്കണ്ട. ഒരു യുദ്ധം വന്നാൽ സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യവും സാമ്പത്തികമായി താഴും. ഈക്വൽ യുദ്ധം പാകിസ്ഥാനിൽ നമുക്ക് ഏതാണ്ട് ഈക്വൽ യുദ്ധമാണ്. അല്ല അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നടത്തുമ്പോൾ അൺഈക്വൽ യുദ്ധമല്ല. എന്നിട്ട് പോലും അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകർന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇറാഖിൽ നടത്തിയ യുദ്ധങ്ങൾ അമേരിക്കയെ ഒരു രാജ്യത്തെന്ന രീതി അമേരിക്കയ്ക്ക് നെഗറ്റീവായി ബാധിച്ചിട്ടുള്ളതാണ്. അപ്പം അത് നമ്മളെ സാമ്പത്തികമായിട്ട് പിന്നോട്ടടിക്കും. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ചില മനുഷ്യന്മാർക്ക് അവർ നന്നാവണമെന്നില്ല, മറ്റുള്ളവർ നന്നാവുന്നില്ല, അസൂയാണ്, സഹിക്കാൻ പറ്റില്ല. അതുപോലെ സ്വീകരണം പാകിസ്ഥാൻ. നമ്മൾ ഈ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ സക്സസ് സ്റ്റോറി പാകിസ്ഥാൻ ഫെയിലറാണ്. ഇപ്പോൾ ഹൊറബിൾ സ്റ്റോറിയാണ് പാകിസ്ഥാൻ്റെ. അപ്പോൾ അവർക്ക് ഇന്ത്യനെ എങ്ങനെയൊക്കെ പിന്നോട്ട് വലിക്കാൻ പറ്റുമോ അതാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാനുമായി പ്രശ്നമുണ്ട്, രാജ്യത്തിനുള്ളിൽ പ്രശ്നമുണ്ട്. എന്നിട്ട് ഇതിനിടയിൽ എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധതയ്ക്ക് അവർക്ക് സമയം കിട്ടുന്നത്? അഫ്ഗാനിസ്ഥാൻ പക്ഷേ നമ്മളുള്ള പ്രശ്നമല്ലേ, ഹിന്ദുക്കളാണ്, ഇന്ത്യക്കാരാണല്ലോ കാഫിറുകൾ. അവരെന്നെ പോലെ മുസ്ലിംമാരെ അംഗീകരിച്ചിട്ടില്ല. അവരെ സമയം ഇന്ത്യയിൽ 2 മുസ്ലിങ്ങളേ ഉള്ളൂ. ഒന്ന് പണ്ട് ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഷിവാലിനൊരു MP ഉണ്ടായിരുന്നു, ഷിഹാബുദ്ദീൻ, ഗുണ്ടയാണ്, ബീഹാർ. അവനെ ദാവൂദ് ഇബ്രാഹിം അവർ ഇന്ത്യൻ മുസ്ലിങ്ങളായി കൂട്ടിയിട്ടു. ബാക്കിയെല്ലാം അവർക്ക് കലിമ ചൊല്ലിയിട്ടുള്ള കാഫിറുകളാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.